നമസ്കാരം. മുല്ലപ്പെരിയാർ ഡാം എന്ന വിഷയം അത് കേരളത്തെ സംബന്ധിച്ചും മലയാളികളെ സംബന്ധിച്ചും ഏറ്റവും വലിയ ഭീതി ചെലുത്തുന്ന ഒരു വിഷയം തന്നെയാണ്. മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എങ്കിൽ പോലും പൊട്ടിയാൽ കഴിഞ്ഞാൽ ഈ നാട് തന്നെ ഇല്ലാതാകുമെന്നുള്ള ഭയം ഓരോ മനുഷ്യനുമുണ്ടാകും. ഈ ഒരു വിഷയം വലിയ വിവാദമായപ്പോൾ പോലും സംസ്ഥാന സർക്കാർ ഇത് ഇങ്ങനെയാണ്, ഇത് സേഫ് ആണ്, അല്ലെങ്കിൽ ഇത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു എന്നുള്ള വിശദമായിട്ടുള്ള വിശദീകരണങ്ങൾ ഇതുവരെ നൽകിയിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അനിശ്ചിതത്വം അത് മാറ്റിക്കൊണ്ട് കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തു വന്നത്. കേന്ദ്രം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ പഠിച്ച് അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ പ്രശ്നപരിഹാരങ്ങളൊക്കെ നടത്തിയേക്കുമെന്നുള്ള സൂചനകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. എന്നാൽ ഇങ്ങനൊരു റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതിൽ പ്രധാനമെന്ന് പറയുന്നത് തമിഴ്നാട് തന്നെയാണ്. മുല്ലപ്പെരിയാർ ഡാം നിലനിൽക്കുന്നത് ഭീഷണിയാണെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവനയ്ക്കെതിരെ തമിഴ്നാട് കോൺഗ്രസ് രംഗത്തെത്തുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ ഉള്ളത്. സുപ്രീം കോടതിയുടെ വിധിക്ക് വിരുദ്ധമായ പ്രസ്താവനയാണ് സുരേഷ് ഗോപി നടത്തിയത് എന്നതാണ് തമിഴ്നാട് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആരോപണം. അന്യായമായി കേരളത്തിന്റെ പക്ഷം പിടിക്കാനാണ് ശ്രമിക്കുന്നതെന്നും DNCC പ്രസിഡന്റ് കെ സെൽവ പെരുന്തൈഗെ ആരോപിച്ചു. സുരേഷ് ഗോപി കേരളത്തിന്റെ മാത്രം മന്ത്രിയാണോ എന്നും സെൽവ പെരുന്തൈഗെ ചോദിക്കുകയുണ്ടായി. മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ ആരുത്തരം പറയുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പ്രതികരിച്ചത്. കോടതികളോ നിയമ പോരാട്ടം നടത്തുന്നവരോ ഉത്തരം പറയുമോ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ചോദ്യം. കേരളത്തിന് ഇനി ഒരു കണ്ണീർ താങ്ങാനാകില്ല എന്നും മുല്ലപ്പെരിയാർ ഡാം ഭീതിയിലായി നിൽക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹൃദയത്തിൽ ഇടിമുഴക്കം പോലെയാണ് മുല്ലപ്പെരിയാർ നിൽക്കുന്നതെന്നും അത് പൊട്ടിയാൽ ആരുത്തരം പറയും, കോടതി ഉത്തരം പറയുമോ എന്നും, കോടതികളിൽ നിന്ന് അങ്ങനെയുള്ള തീരുമാനങ്ങൾ കൈപ്പറ്റി ആ തീരുമാനങ്ങളുമായി ഇന്നത്തെ സ്ഥിതിവിശേഷം തുടരുന്ന അവസ്ഥയിൽ കൊണ്ടുപോകുന്നവർ ഉത്തരം പറയണമെന്നും, എന്താണ് ഇതിന്റെ അനന്തരഫലമെന്ന് അവർ ഉത്തരം പറയണമെന്നും, ഇനിയും നമുക്ക് കണ്ണുനീരിൽ മുങ്ങിത്താഴാൻ സാധിക്കില്ല എന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ പരാമർശം. ഇതിവിടെ തികച്ചും കോടതിയെ ചോദ്യം ചെയ്യുകയോ കോടതിയെ അപമാനിക്കുകയോ ചെയ്യുന്ന തരത്തിലാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിഷയം ഇങ്ങനെ വളച്ചു കെട്ടുന്നതിനേക്കാളും ഇത് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് തന്നെയാണ് പ്രാധാന്യം. പിന്നെ ഈ തമിഴ്നാട് കോൺഗ്രസ് നേതാവ് ചോദിച്ചതുപോലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേരളത്തിന്റെ മാത്രം മന്ത്രിയാണോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. അവർ ചോദിക്കുമ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് തമിഴ്നാടിനെ സംബന്ധിച്ചും കേരളത്തിനെ സംബന്ധിച്ചും പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ വൈദ്യുതിയുടെ കാര്യമാണെങ്കിലും വെള്ളത്തിന്റെ കാര്യമാണെങ്കിലും ഒക്കെ തമിഴ്നാട് പ്രധാനമായും ആശ്രയിക്കുന്നത് മുല്ലപ്പെരിയാറാണ്. അപ്പോൾ ഈ മുല്ലപ്പെരിയാർ വിഷയവുമായി കേന്ദ്രമന്ത്രി കേരള സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുമ്പോൾ ഇവിടുത്തെ തമിഴ്നാട് മന്ത്രിക്കുള്ള സംശയം എന്ന് പറയുന്നത് അപ്പോൾ തമിഴ്നാടിന് വേണ്ടിയുള്ള മന്ത്രിയല്ലേ ഈ സുരേഷ് ഗോപി എന്നുള്ളതാണ്. മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ തമിഴ്നാടിനെയും കേരളത്തെയും ഒക്കെ ഒരേപോലെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ സുരക്ഷിതമായി വെക്കേണ്ടത് അല്ലെങ്കിൽ മറ്റൊരു ഡാം പണിയേണ്ടുന്നത് തമിഴ്നാടിന് കൂടിയാണ് എന്നതാണ് യാഥാർത്ഥ്യം. അത് മനസ്സിലാക്കുകയാണ് വേണ്ടത്. മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ ഒരു വിഷയം എത്തിച്ചേർക്കുന്നത്. ഇത് ഇങ്ങനെ പറയുന്ന ഞാൻ പോലും നാളെ ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകണമെന്നില്ല. കാരണം മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു മനുഷ്യനും ഉണ്ടാകാൻ സാധ്യതയില്ല. ഈ ഒരു നാട് തന്നെ ഇല്ലാതാകുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ കള്ളം പറയുകയാണെന്ന് പറയുന്ന തമിഴ്നാട് സർക്കാരും ഒക്കെ ഒരേപോലെ ഇടപെട്ട ജനങ്ങളുടെ ജീവന് സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ് മുല്ലപ്പെരിയാർ വിഷയം. അതിൽ നടപടിയെടുക്കാതെ നിൽക്കുന്ന സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ തമിഴ്നാട് സർക്കാരും അവിടെ നിൽക്കട്ടെ, ഇതിൽ എങ്ങനെയെങ്കിലും ഒരു നടപടി ഉണ്ടാകണം എന്ന് പറഞ്ഞ് കേന്ദ്രം അതിൽ ഇടപെടുമ്പോൾ അവരെയും പഴിക്കാതെ അതിനൊപ്പം നിന്ന് എങ്ങനെയെങ്കിലും ഈ ഒരു വിഷയം, ഈ ഒരു ഭീതി പടർത്തുന്ന മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ടുള്ള വിഷയം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാനാണ് നോക്കേണ്ടത് എന്നത് തന്നെയാണ് വസ്തുത. അതായത് ഇത് മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ള ഒരു ബോധം അത് ഓരോരുത്തർക്കുണ്ട്. സാധാരണ ജനങ്ങൾക്കൊക്കെ അതിൻ്റെ ആ ഒരു ഭീകരാവസ്ഥയൊക്കെ മനസ്സിലായിട്ടുണ്ട്. ആ ഒരു മനസ്സിലായ അവസ്ഥ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇവിടുത്തെ നേതാക്കന്മാരും ഇതിനു വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണമെന്നുണ്ട്. അത് കേരളമായിക്കോട്ടെ തമിഴ്നാടായിക്കോട്ടെ ആരാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള നടപടി തന്നെ സ്വീകരിക്കേണ്ടതുണ്ട്.